ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു കറിയാണ്. നമുക്ക് ഈസി ആയിട്ടും അതേപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി. ഇപ്പോൾ തമിഴ്നാട് സ്റ്റൈലിലല്ല, നാട്ടുകോഴി കുളമ്പ് എന്ന് പറയും, ആ ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കഴുകി വാഷ് ചെയ്ത് എടുത്ത് വെച്ചതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർക്കും നല്ല സോഫ്റ്റായിട്ട് വരും ചിക്കൻ, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ അതേപോലെ ഒരു ഇടിക്കുന്ന കല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലോണം ഒന്ന് നമ്മൾ കുത്തി തട്ടിയെടുക്കണം, ഇടിച്ചെടുക്കുന്നില്ല, അതേപോലെ നല്ലോണം ഒന്ന് ഇടിച്ചെടുക്കുക. ഇപ്പോൾ ഇതേപോലെ ഞാൻ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ചിരവിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് കറിക്ക് ആവശ്യമായിട്ടുള്ള അത്ര നിങ്ങൾക്ക് തേങ്ങ എടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, അതേപോലെ 1 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 1/2 ടേബിൾ സ്പൂൺ കസകസ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾ ഒരു 1-2 അളവിൽ ഇങ്ങനെ അടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിൽ കൂടെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം ചേർത്ത് ഇതേപോലെ നല്ല പേസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരുമ്പ് ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിന് നല്ലെണ്ണയാണ് നല്ല ടേസ്റ്റ്. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 തുണ്ട് പട്ട ചേർക്കാം, ഒരു ബിരിയാണി ഇല, അതിനുശേഷം ഒരു സ്റ്റാർ ചേർത്ത് കൊടുക്കുക, ഒരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് ഒരു കൈയളവ് ഞാൻ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല പൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾക്ക് ഇതേപോലെ ഒരു കപ്പ് അളവ് ഞാൻ ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉള്ളി നിങ്ങളുടെ ചിക്കൻ്റെതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചിക്കനിൽ ഉപ്പ് കുറച്ച് ചേർത്തതാണ്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് 2 തക്കാളി കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സായി ഈ തക്കാളി നല്ലോണം വെന്ത് വരണം, നല്ല പേസ്റ്റ് പോലെ വെന്ത് വരണം. അതുവരെ നിങ്ങൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ലോണം തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ ഇവിടെ 2 ടീസ്പൂൺ അളവ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം മുളക് പൊടി. അതിനുശേഷം 3 ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അത് നല്ലോണം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോയ ശേഷം മാത്രം നിങ്ങൾ ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനുടെ എല്ലാ ഭാഗത്തും ഈ മസാല വരുന്ന ആ രൂപത്തിൽ നിങ്ങൾ എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ച ശേഷം വെള്ളമെല്ലാം കുറച്ച് വെളിയിൽ വരുന്നുണ്ട്. ചിക്കനിൽ ഒഴിക്കുന്ന വെള്ളമെല്ലാം കുറച്ച് വെളിയിൽ വരുന്ന ആ സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം വീണ്ടും നിങ്ങൾ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ വീണ്ടും ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാൻ നമ്മൾ വെളുത്തുള്ളിയും ജീരകവും
പെരിഞ്ജീരകയില പൊടിച്ചതിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. അതിന് ക്യാമറ ഓഫായിപ്പോയി. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്കിതിന് ചിക്കൻക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക. ഇതിപ്പം ഇടയിലിടയിൽ നിങ്ങൾ തുറന്ന് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അടിപിടിക്കാണ്ട് നോക്കണം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് എരിവോ ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ തേങ്ങയിൽ ആ ജാറിൽ കുറച്ച് വെള്ളം ഞാൻ ഒരു 1/4 കപ്പ് അളവ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എണ്ണ തെളിഞ്ഞ് വരും. ആ ഒരു സ്റ്റേജ് വരെ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചെടുത്താൽ ഇതേപോലെ നല്ലോണം എണ്ണ തെളിഞ്ഞ് വരും. ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.